ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ട ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ പിൻഗാമിയെ കണ്ടെത്താനുള്ള തെരഞ്ഞെടുപ്പിനെ മത്സരിക്കാൻ തീവ്ര ഇസ്ലാമിക നിലപാടുകാരനായ മുൻ ഇറാൻ പ്രസിഡന്റ്, ഇറാനിലെ എലൈറ്റ് റവല്യൂഷണറി ഗാർഡിലെ മുൻ അംഗവും മുൻ ഇറാൻ പ്രസിഡന്റുമായിരുന്ന മഹ്മൂദ് അഹമ്മദി നജാദാണ് ഈ മാസം അവസാനം നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ ഇന്ന് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ജൂൺ 28 നടക്കുന്ന ഇറാൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനായി ഇറാന്റെ മുൻ പ്രസിഡന്റ് മഹ്മൂദ് അഹമ്മദി നജാദ് ഇന്നാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. ഇറാനിലെ നിലവിലെ സാംസ്കാരിക ഇസ്ലാമിക് ഗൈഡൻസ് മന്ത്രി മുഹമ്മദ് ഇസ്മായിലി, മുൻ നിയമനിർമ്മാതാവ് മഹമ്മൂദ് സഹേദി എന്നിവരും പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലേക്ക് ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചവരിൽ ഉൾപ്പെടുന്നു. രാജ്യത്തെ പുരോഹിതന്മാരുടെ നേതൃത്വത്തിലുള്ള ഗാർഡിയൻ കൗൺസിൽ സ്ഥാനാർത്ഥികളുടെ അപേക്ഷകൾ പരിശോധിച്ച് വരുന്ന ജൂൺ 11 പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ യോഗ്യതയുള്ളവരുടെ പട്ടിക പ്രസിദ്ധീകരിക്കും. ഇറാനിലെ റവല്യൂഷണറി ഗാർഡ്സിലെ മുൻ അംഗമായിരുന്ന അഹമ്മദി നജാദ് 2005 ഇറാന്റെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെടുകയും 2013 സ്ഥാനമൊഴിയുകയും ചെയ്തിരുന്നു. 2017 തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്ന് ഗാർഡിയൻ കൗൺസിൽ നജാദിനെ വിലക്കിയിരുന്നു. ഇറാന്റെ പരമോന്നത മതനേതാവായ ആയത്തുള്ള അലി ഖമേനിയുടെ ആത്യന്തിക അധികാരം പരിശോധിക്കണമെന്ന് അഹമ്മദി നജാദ് ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ഖമേനിയും നജാദും തമ്മിൽ ഭിന്നത ഉടലെടുത്തിരുന്നു. അതേസമയം ഇബ്രാഹിം റൈസിക്ക് ശേഷമുള്ള ഇറാൻ ഭരണ നേതൃത്വത്തിലേക്ക് ആര് വരുമെന്നത് ഉറ്റുനോക്കുകയാണ് ലോകരാജ്യങ്ങൾ. കടുത്ത ഇസ്രായേൽ വിരുദ്ധനും തീവ്ര ഇസ്ലാമിക നിലപാടുകാരനുമായ മഹ്മൂദ് അഹമ്മദി നജാദിന്റെ വരവ് യുദ്ധമുഖത്തുള്ള പശ്ചിമേഷ്യയെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് നയിക്കുമെന്ന് വിദഗ്ധർ വിലയിരുത്തുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കീന ന്യൂസ്.